അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും ആരോഗ്യവും രോഗവും സമ്പത്തും ദാരിദ്ര്യവും വിജയവും പരീക്ഷണങ്ങളും മാറി മാറി വരുന്നു. ഇത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കിയാൽ അവിടുന്ന് ഏറ്റവും കൂടുതൽ ചെയ്ത ഇബാദത്തുകളിൽ ഒന്നാണ് ദുആ. കാരണം ദുആ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ സഹീഹ് ഹദീസുകളിൽ വന്നിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും മനോഹരവും അർത്ഥസമ്പന്നവുമായ ചില ദുആകൾ നമുക്ക് പരിചയപ്പെടാം. പ്രിയ സഹോദരങ്ങളെ, ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ലോകകാര്യങ്ങൾ മാത്രം ചോദിച്ചിരുന്നില്ല. അവിടുത്തെ ദുആകളിൽ ദുനിയയും ആഖിറവും ഒരുപോലെ ഉൾപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് ഏറ്റവും പ്രശസ്തമായ ദുആകളിൽ ഒന്ന് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ. അർത്ഥം: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് ഇഹലോകത്തും നന്മ നൽകണമേ, പരലോകത്തും നന്മ നൽകണമേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ പലപ്പോഴും ചൊല്ലിയിരുന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ഒരു മുസ്ലിമും ലോകവിജയം മാത്രം ആഗ്രഹിക്കരുത്, ആഖിറത്തിലെ വിജയവും ഒരുപോലെ ലക്ഷ്യമാക്കണം എന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു മനോഹരമായ ദുആ ആണ് യാ മുകല്ലിബൽ ഖുലൂബ് തൊബ്ബിത് കൽബി അലാ ദീനിക്. അർത്ഥം: ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. ഈ ദുആയുടെ മഹത്വം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകൻ തന്നെയാണ് തൻ്റെ ഹൃദയം ദീനിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്രയധികം ഈ ദുആ പറയേണ്ടവരാണ്. മറ്റൊരു ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചു: അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത് തുക വൽ അഫാഫ വൽ കിന. അള്ളാഹുവേ, ഞാൻ നിന്നോട് നേർവഴിയും ദൈവഭക്തിയും പവിത്രതയും മനസ്സിൻ്റെ സമ്പന്നതയും ചോദിക്കുന്നു. എത്ര ചുരുങ്ങിയ വാക്കുകൾ, പക്ഷേ ഒരു വിശ്വാസിയുടെ മുഴുവൻ ജീവിതവും ഈ ദുആയിൽ ഉൾക്കൊള്ളുന്നു. നേർവഴി ഉണ്ടെങ്കിൽ ജീവിതം ശരിയാകും, തഖ്വ ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കും, പവിത്രത ഉണ്ടെങ്കിൽ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം, മനസ്സിൻ്റെ സമ്പന്നത ഉണ്ടെങ്കിൽ ലോകസമ്പത്ത് കുറവായാലും സമാധാനം ലഭിക്കും. പ്രിയ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ഈ ദുആ വെറും മനപ്പാഠമാക്കാൻ മാത്രമുള്ള വാക്കുകളല്ല. അവ നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന അമൂല്യമായ പ്രാർത്ഥനകളാണ്. നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും രോഗത്തിലും വിജയത്തിലും പരീക്ഷണങ്ങളിലും ഈ ദുആകൾ നമ്മുടെ നാവിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കാം. ദിവസവും കുറഞ്ഞത് ഒരു നബിവചന ദുആയെങ്കിലും അർത്ഥം മനസ്സിലാക്കി പതിവാക്കാം. നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും ഈ ദുആകൾ പഠിപ്പിക്കാം. കാരണം അള്ളാഹുവിനോട് ഏറ്റവും മനോഹരമായി ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകൾ ആത്മാർത്ഥതയോടെ ചൊല്ലാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ ദുആകളും അവൻ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. ഇഹലോകത്തും പരലോകത്തും നന്മ നൽകുകയും ജന്നാത്തുൽ ഫിർദൗസ് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഖുർആൻ, ഹദീസ്, ഇസ്ലാമിക ഓർമ്മപ്പെടുത്തലുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.